ആർക്കും അറിയില്ലായിരുന്നു ഞാൻ മരിക്കുന്ന കാര്യം ലാസ്റ്റ് പ്രേതമായിട്ട് വരുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ പ്രേതമല്ല, ഞാൻ നിന്റെ അടുത്ത് വരത്തില്ല കേട്ടോ. എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന സുജ ചേച്ചിയില്ലേ, ആംബുലൻസിനകത്ത് ഇങ്ങനെ കയറ്റി വെച്ചപ്പോൾ അനങ്ങി, അപ്പോൾ വീണു. അത് കണ്ടപ്പം എനിക്ക് പേടിയായി. ദിലീപ് അങ്കിളിന്റെ ഫാനാണ്. അപ്പം ദിലീപ് അങ്കിളിന്റെ കൂടെ അഭിനയിക്കാൻ എനിക്ക് എല്ലാവരും കൂടെ ഇഷ്ടമാണ്. ഈ സുമതി വളവിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതില് മോള് കാണുമായിരിക്കും അല്ലേ? അറിയില്ല, ഞാൻ ഓൾറെഡി മരിച്ചുപോയില്ലേ. മരിച്ചുപോയി പിന്നെ പ്രേതമായിട്ട് വന്നു. തിയേറ്ററിൽ നിറഞ്ഞാടി ബോക്സ് ഓഫീസിൽ 25 കോടി ക്ലബിൽ ഇടം വെച്ച ഒരു സിനിമയായിരുന്നു സുമതി വളവ്. അതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അപ്പം ഇതിൽ കുറേ കുട്ടി കഥാപാത്രങ്ങളുണ്ട്. അതിലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അത് മറ്റാരുമല്ല, ശ്രീകുട്ടിയാണ്. ഹായ് ശ്രീകുട്ടി. ഹലോ ചേച്ചി. സുഖമായിട്ടിരിക്കുന്നോ? എന്തുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ആദ്യ ചിത്രം തന്നെ ഇത്രയും സക്സസ് ആയി അല്ലേ? അതുപോലെ തന്നെ അതിന്റെ സെക്കൻഡ് പാർട്ടും ഉണ്ടെന്ന് അനൗൺസ് ചെയ്യുന്നു. എന്തൊരു ലക്കിയാണല്ലേ ശ്രീകുട്ടി. അതൊരു സന്തോഷവതിയല്ലേ, ഒത്തിരി സന്തോഷവതിയല്ലേ? അപ്പം അർജുൻ അശോകന്റെ കൂടെ തന്നെ ആദ്യമായിട്ട് അഭിനയിക്കാൻ അവസരം കിട്ടി. എന്തായിരുന്നു ലൈക്ക് ആ സമയത്തുണ്ടായിരുന്ന എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അർജുൻ അശോകനുമായിട്ട് ഒരു അവസരം കിട്ടുമ്പോൾ എന്താണ് തോന്നുന്നത്? ലൈക്ക് ഞാൻ മൂവിയിൽ മാത്രമല്ലേ ചേട്ടനെ കണ്ടിട്ടുള്ളൂ. ഓക്കെ. റിയൽ ലൈഫ് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴുള്ള സ്വഭാവം എനിക്ക് മനസ്സിലായി. പിന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. ഓക്കെ. അങ്ങനെ നല്ല കുട്ടിക്കളിയാണ്. നമ്മുടെ വൈബിലും വേഗത എല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടാവുന്ന നല്ല വൈബാണ്. സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കമ്പനി ആരുമായിട്ടായിരുന്നു? എനിക്ക് ആദ്യം അവിടെ ചെന്നപ്പം അഭിലാഷ് ചേട്ടൻ, മൂവിലെ റൈറ്ററായ അഭിലാഷ് ചേട്ടൻ്റെയും വിഷ്ണു ചേട്ടൻ്റെയും രാഹുലേട്ടൻ്റെയും മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഓക്കെ. പിന്നെ അശ്വതി ചേച്ചിയുടെ, അഭിലാഷ് ചേട്ടൻ്റെ വൈഫാണ്. എനിക്ക് വേറെ ആരെയും അറിയില്ലായിരുന്നു. എനിക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് ഞാൻ കൂട്ടാവോ ഇല്ലയോ എന്ന്. പക്ഷെ എല്ലാവരുമായിട്ട് കൂട്ടായി, അവിടെയുള്ള എല്ലാവരുമായിട്ട് കൂട്ടായി. അങ്ങനെ ശ്രാവൺ ചേട്ടൻ, പിന്നെ അർജുൻ ചേട്ടൻ, ബാലു ചേട്ടൻ, ഗോപിക ചേച്ചി, എല്ലാവരുമായിട്ട്, ജൂഹി ചേച്ചി, എൻ്റെ അമ്മയുടെ അഭിനയിച്ച സുജ ചേച്ചി, ഹോൾ ക്രൂ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റി ആ ഡേയ്സ് ഫുള്ള്. ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനി എൻ്റെ ഈ മൂവിയിലുള്ള ശ്രാവൺ ചേട്ടനുമായിട്ടാണ്. ചേട്ടനാണ് മൂവിയിലെ വില്ലൻ. എന്നെ കൊല്ലുന്നത് ചേട്ടനാണ്. ഞാൻ ഈ മൂവിയിലെ ഏറ്റവും കമ്പനി ചേട്ടനോട്ടാണ്. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അഭിലാഷ് ചേട്ടൻ കഥ പറയുന്ന സമയത്ത് മോൾക്ക് പ്രേതം എന്ന് പറയുന്നൊരു റോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പ്രേതത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ പറഞ്ഞിരുന്നു നിന്നെ ജസ്റ്റ് ഒന്ന് തൂക്കിക്കൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഓ, അങ്ങനെ ചെറിയൊരു ഹിന്റ് മാത്രം തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ പ്രേതമാവും ഞാൻ വിചാരിച്ചില്ല. അപ്പൊ അതൊരു ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ. അപ്പം ഡാൻസിങ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഭാവിയിൽ ഇനി ഡാൻസിങ് വിട്ടിട്ട് സിനിമയിലേക്ക് ഒരു ഓഫർ വരികയാണെങ്കിൽ, അതൊരു വലിയ ബിഗ് സിനിമയിലേക്ക് ഒരു ഓഫർ വരികയാണെങ്കിൽ അങ്ങനെ പോകുമോ? ഉറപ്പായിട്ടും. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എനിക്കൊരു മൂവി ചെയ്യാൻ പറ്റുമെന്ന്. അന്ന് അബിയുടെ ആ റീല് കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ മൂവിയോട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എനിക്ക് അതിന് താങ്ക്സ് പറയാനുള്ളത് അബിയേട്ടനോടും വിഷ്ണു ചേട്ടനോടുമാണ്. അപ്പം ശ്രീകുട്ടി എന്നാണ് ഒറിജിനൽ പേര്? അതോ അല്ല, കൃഷ്ണപ്രിയ. മൂവിയിലെ ക്യാരക്ടറുടെ നെയിം ശ്രീകുട്ടി എന്നാണ്. ശ്രീകുട്ടി തന്നെയാണ്. ഒറിജിനൽ നെയിം കൃഷ്ണപ്രിയാണ്. ഇപ്പൊ കൂടുതൽ പേരും ഏത് പേരാണ് വിളിക്കുന്നത്? ശ്രീകുട്ടി എന്നാണോ? ശ്രീകുട്ടി. അപ്പം അങ്ങനെ വിളിക്കുന്നതാണ് മോൾക്കും ഇഷ്ടം. അതെ. അപ്പം സെറ്റിൽ പോയപ്പോഴത്തേനും കഥാപാത്രത്തിന്റെ പേര് ശ്രീകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ എന്തായിരുന്നു തോന്നിയത്? ലൈക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി പോയോ, അല്ലെങ്കിൽ സർപ്രൈസ്ഡ് ആയി? പക്ഷെ ആ ക്യാരക്ടറുമായിട്ട് എനിക്ക് വേഗം മിങ്കിൾ ആവാൻ പറ്റി അല്ലേ? അപ്പം ഈ ക്യാരക്ടറും മോളുടെ ഒറിജിനൽ ക്യാരക്ടറും ഈ ശ്രീകുട്ടി എന്ന സിനിമയിലെ കഥാപാത്രത്തിന്റെ ക്യാരക്ടറും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ? ഞാനൊരു 5ാം ക്ലാസ് തൊട്ടാണ് ഞാൻ കുറച്ചും കൂടെ സംസാരിക്കാനും കുറച്ചും കൂടെ സ്മാർട്ട് ആയത്. ഓക്കെ. 4ാം ക്ലാസ് വരെയുള്ള ഞാൻ കുറച്ചും കൂടെ പാവം കുട്ടി, ആ ഒരു സ്റ്റൈലായിരുന്നു. ഇൻട്രോവേർട്ട് അല്ലേ? ഓക്കെ. ആ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഈ സുമതി വളവിലെ ശ്രീകുട്ടിയായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഒരു ചെറിയ സുമതി വളവിൽ അധികം സംസാരിക്കാത്തൊരു കുട്ടിയായിട്ടാ. അതുപോലെയായിരുന്നു ഞാൻ 4th സ്റ്റാൻഡേർഡിലൊക്കെ. തൊട്ട് ഭയങ്കര സംസാരമായി. ഓ, അങ്ങനെ. അപ്പം ഇൻട്രോവേർട്ട് ടു എക്സ്ട്രോവേർട്ട് ഒരു ട്രാൻസിഷൻ ആയിരുന്നു അല്ലേ ലൈഫ് എന്ന് പറയുന്നത്? അപ്പം മോളിപ്പോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എവിടെയായിരുന്നു വീട്? കോട്ടയം പാലയിലാണ് വീട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസർ ആണ് അല്ലേ? ആരായിരുന്നു ഗുരു? എൻ്റെ അമ്മ തന്നെയാണ് ഗുരു. ഏറ്റവും കൂടുതൽ ക്ലാസിക്കൽ ഡാൻസ് കളിക്കാനാണോ അല്ലെങ്കിൽ സിനിമാറ്റിക് ഡാൻസ് കളിക്കാനാണോ ഡപ്പാങ്കുത്ത് കളിക്കാനാണോ ഏതാണ് ഇഷ്ടം?
എല്ലാം കളിക്കും. കളിക്കും. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. പക്ഷേ ക്ലാസിക്കലിന് നമുക്ക് കുറച്ചും കൂടി പ്രിപ്പറേഷൻ വേണം. വെസ്റ്റേൺ നമുക്ക് എന്താണ് തോന്നുന്നത് അതിട്ട് കളിക്കാലോ. അപ്പൊ സ്കൂളിലെയും റിലേറ്റീവ്സിന്റെ ഒക്കെ റെസ്പോൺസ് എന്തായിരുന്നു ഈ സിനിമ ഇറങ്ങിയ സമയത്ത്? ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ചെറിയ ക്യാരക്ടറാണ്, ദേവനന്ദയുടെ ഫ്രണ്ട് ആയിട്ടാണെന്നാണ്. ആർക്കും അറിയില്ലായിരുന്നു ഞാൻ മരിക്കുന്ന കാര്യം ലാസ്റ്റ് പ്രേതമായിട്ട് വരുന്നു ആർക്കും അറിയില്ലായിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ പ്രേതമല്ല, ഞാൻ നിന്റെ അടുത്ത് വരത്തില്ല കേട്ടോ, നീ എങ്ങനെയാണ്ടി തൂങ്ങി നിന്നേ എന്നൊക്കെ ചോദിക്കും. പ്രേതമായിട്ട് അഭിനയിച്ച ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അത് നൈറ്റ് ഷൂട്ടായിരുന്നു. വാളയാർ കാട്ടിനകത്ത് വെച്ചായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. തണുത്ത് വിറച്ചിരുന്ന് അങ്ങനെ അഭിനയിച്ച ഒരു സീനായിരുന്നത്. പക്ഷെ നല്ല രസമായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ ഷോ കാണാൻ പോയി. ആരുടെ കൂടെ ആയിരുന്നു കാണാൻ പോയി തിയേറ്ററിൽ? ആദ്യം പ്രിവ്യൂ ഷോ ഞങ്ങൾ പോയി കണ്ടു. പിന്നെ ഞങ്ങളെ അമ്മയ്ക്ക് ഡാൻസ് സ്കൂൾ ഉണ്ടെന്നല്ല പറഞ്ഞത്. അങ്ങനെ അമ്മയുടെ ഡാൻസ് സ്കൂളിലെ ആൾക്കാരും അവരുടെ സ്റ്റുഡൻസും പേരൻസും ഞങ്ങളും പിന്നെ അച്ഛൻ്റെ കോളേജിലെ ചേട്ടന്മാർ. അച്ഛൻ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പാലായിലെ ലെക്ചറാണ്. അപ്പം അച്ഛൻ്റെ കോളേജിലെ സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാവരും കൂടെ പോയി കണ്ടു. ഞങ്ങൾ മൊത്തത്തിൽ 70 സീറ്റ് ബുക്ക് ചെയ്തു. എന്നിട്ട് ഫ്രണ്ട്സും ഫാമിലി എല്ലാം പോയി കണ്ടു. അപ്പം ആദ്യമായിട്ട് മോളെ മിനി സ്ക്രീനിൽ ഇങ്ങനെ വലിയൊരു ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ എന്താ തോന്നിയേ? ഭയങ്കര സന്തോഷം തോന്നി. എക്സൈറ്റഡ് ആയിരുന്നു, സർപ്രൈസിങ് ആയിരുന്നു അല്ലേ? ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു മൊമെന്റ് ആയിരുന്നു അല്ലേ? ഓക്കെ. ഈ സിനിമയിൽ അഭിനയിക്കാനാണെങ്കിൽ ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭാവിയില്? ഞാൻ ദിലീപ് അങ്കിളിന്റെ ഫാനാണ്. അപ്പം ദിലീപ് അങ്കിളിന്റെ കൂടെ അഭിനയിക്കാൻ എനിക്ക് എല്ലാവരും കൂടെ ഇഷ്ടമാണ്. ഞാൻ പിന്നെ ദിലീപ് അങ്കിളിന്റെയും പൃഥ്വിരാജ് അങ്കിളിന്റെയും മഞ്ജു ആന്റിയുടെയും ഉർവശി ആന്റിയുടെയും മമത ചേച്ചിയുടെ ഒക്കെ ഫാനാണ്. ഓക്കെ. സിനിമ എന്നൊരു പ്രൊഫഷനായിട്ട് മുൻപോട്ട് പോകാനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ളൊരു ഗോൾ മോൾക്ക് ഉണ്ടാവും? ഉണ്ട്. എനിക്കൊരു ആക്ട്രസ് ആവാനും ഒരു ഡോക്ടർ ആവാനും ഒരു ഡാൻസ് പെർഫോമർ ആവാനും ആഗ്രഹമുണ്ട്. ഡോക്ടർ. ഓക്കെ. പഠിക്കുമോ? നല്ലപോലെ പഠിക്കുമോ? പഠിക്കാൻ ഇഷ്ടമാണോ? ബുക്സ് ഒക്കെ വായിക്കുന്ന ആളാണോ? ഓക്കെ. അപ്പം പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഡോക്ടറും അതുപോലെ ഡാൻസിങ് ഒരു സൈഡില്, ഡോക്ടർ പ്രൊഫഷൻ, അതുപോലെ തന്നെ ആക്ടർ. എൻ്റെ അമ്മ എല്ലാം കൂടെ ഒരു സകലകല വല്ലഭയാണല്ലേ. ഭാവിയിലെ ഒരു വലിയ സെലിബ്രിറ്റി ആണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് അല്ലേ? ഓക്കെ, ആവട്ടെ. ഞാൻ തീർച്ചയായിട്ടും ആശംസിക്കുന്നു. സിനിമയിൽ കുറെ കുഞ്ഞു കുട്ടികൾ ഉണ്ടായിരുന്നല്ലോ മോളുടെ പ്രായത്തിലുള്ള, അപ്പൊ അവരുമായിട്ടൊക്കെ നല്ല കമ്പനി ആയിരുന്നോ? ദേവനന്ദയായിട്ടൊക്കെയോ? പഠിക്കും. ഓക്കെ, ഞങ്ങൾ കമ്പനിയായിരുന്നു. പിന്നെ ശ്രീപദ് എന്റെ നല്ലൊരു ഫ്രണ്ടാണ്, എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ അനിരുദ്ധ്, ഞങ്ങൾ രണ്ടുപേരുടെ ഹോട്ടൽ റൂംസ് അടുത്തടുത്തായിരുന്നു. നല്ല കമ്പനി ആയിരുന്നു. അവൻ ഇടക്കിടക്ക് ഞങ്ങൾ വിളിക്കും. ഓക്കെ. ഗോപികയായിട്ട് നല്ല കമ്പനിയാണോ? അതെ. ശരിക്കും ഒരു ചേച്ചി വൈബാണ്. ചേച്ചിയോട് നിൽക്കുമ്പോൾ നമ്മളെ ശരിക്കും സംരക്ഷിക്കുന്നതല്ല, പ്രൊട്ടക്ട് ചെയ്യുന്നതല്ല, ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. എൻ്റെ നോട്ട്സ് ചെയ്ത് തന്ന ചേച്ചി ഗോപിക ചേച്ചി അനിയത്തി കീർത്തന ചേച്ചിയും കൂടെ ക്യാരവാനിൽ എഴുതി. ഓക്കെ. ബാലചേട്ടനുമായിട്ട് സീൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം അദ്ദേഹമായിട്ട് ചെയ്യുമ്പോഴത്തേനും എങ്ങനെയായിരുന്നു? ഭയങ്കര പാനിക് ആയിരുന്നോ അതോ ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയോ? ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി. അതായത് ചേട്ടനുമായിട്ടുള്ള സീൻ ഏതാന്ന് വെച്ചാൽ ഞാൻ മരിച്ചെടുക്കും. അതിൽ നിന്ന് ആംബുലൻസിൽ നിന്ന് സ്ട്രെച്ചർ എടുത്തോണ്ടിരുന്നതായിട്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറയും, പേടിക്കണ്ട, ഞാൻ പതുക്കെ എടുത്തോണ്ടിരുത്തുള്ളൂ എന്ന് പറയും. എന്നെ പിടിച്ചത് ബാലുചേട്ടനും മറ്റു സൈഡിൽ അഭിലേഷേട്ടനുമായിരുന്നു, അഭിയേട്ടൻ. അപ്പോൾ അഭിയേട്ടൻ പറയാം, അഭിയേട്ടൻ വീണാലും എന്നെ താഴെ ഇടൂല, നീ പേടിക്കാൻ കിടക്കാൻ പറയും. കാരണം എനിക്ക് പേടിയായി. കാരണം എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന സുജ ചേച്ചിയില്ലേ, ആംബുലൻസിനകത്ത് ഇങ്ങനെ കയറ്റി വെച്ചപ്പോൾ അനങ്ങി, അപ്പോൾ വീണു. അത് കണ്ടപ്പം എനിക്ക് പേടിയായി. ആംബുലൻസിനകത്ത് തന്നെയാണ് വീണത്. ചേച്ചി പക്ഷെ കൂളായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കാണ് ടെൻഷൻ കൂടിയത്. ഞാൻ വീഡിയോ വന്ന് കാരണം ഇങ്ങനെ എടുത്തോണ്ട് പോവാ, ഈ ടെൻഷൻ എല്ലാം ഉള്ളിൽ കിടന്നിട്ട് ഞാൻ വേഗം കൈയെടുത്ത് വെളിയിലിട്ടു. മരിച്ചു കിടക്കുന്ന ആൾ മൂവ് ചെയ്യൂലല്ലോ. അപ്പം വേഗം വിഷ്ണു ചേട്ടൻ, അയ്യോ ശ്രീകുട്ടി കൈ വെളിയിലിട്ടു എന്ന് പറഞ്ഞ് ഒന്നുകൂടെ അതെടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം എന്നെ വഴക്കുറയാണ്ടിരിക്കും ഓടിപ്പോയി അഭിയേട്ടൻ പറഞ്ഞു വിഷ്ണു ചേട്ടനോട്, അത് ഞാൻ എടുത്തതിൻ്റെ പ്രശ്നമാന്നൊക്കെ പറഞ്ഞു. ശരിക്കും പേടി അറിഞ്ഞെടുത്ത് കൈ വെളിയിലിട്ടാ. സിജാറോസ് ആയിരുന്നു മോളുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ. അപ്പം നല്ല ബോണ്ടിങ് ആയിരുന്നു, ലൈക്ക് ഒരു അമ്മ മകൾ അല്ലെങ്കിൽ നല്ല സെറ്റിൽ നല്ല കമ്പനി ആയിരുന്നോ? സത്യം പറയാനല്ല, ഞങ്ങൾ അങ്ങോട്ട് കാണുമ്പോൾ പോലും അധികം സംസാരിക്കാറില്ല. എനിക്ക് തന്നെ കുറച്ചുമ്പോൾ ഡൗട്ട് വന്നു, അയ്യോ ഞങ്ങൾ അമ്മ മോളായിട്ട് സെറ്റ് ആവുമോ എന്ന് ഡൗട്ട് വരുമായിരുന്നു. കാരണം ദേവനന്ദയുടെ അമ്മയില്ലേ അശ്വതി അഭിലാഷ് ചേച്ചിയായിരുന്നു ദേവനന്ദയുടെ അമ്മയായിട്ട് ആക്ട് ചെയ്തത്. അവർ രണ്ടുപേരും നമ്മൾ ഭയങ്കര അമ്മമ്മോട് ബോണ്ടിങ്ങാ. എനിക്കത് കാണുമ്പോൾ തോന്നും, അയ്യോ അച്ചു ചേച്ചിനെ എനിക്ക് മതിയായിരുന്നു, എനിക്ക് എൻ്റെ അമ്മയായിട്ട് ഞാൻ വിചാരിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇമോഷണൽ സീൻ ഉണ്ടായിരുന്നു. അത് മൂവിയിലൊരു ഇമ്പോർട്ടൻറ്റ് സീൻ തന്നെയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ശരിക്കും അത് എൻ്റെ അമ്മയാണ് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ആയി. ഭയങ്കര ഇമോഷണൽ ആയിരുന്നത്, ഭയങ്കര റിയാലിറ്റി അല്ലേ?
ഓക്കെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും സ്ട്രെച്ചറിൽ നിന്ന് എടുത്തോണ്ട് വരുമല്ലോ മരിച്ചിട്ട്. അത് കാണുമ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു, ഇതിനകത്ത് ഏതാ ഞാൻ, ഇതിനകത്ത് ഏതാ സിദ്ധ ചേച്ചി, ഇതൊരു ഡൗട്ട് വരുമായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരുടെ ഫേസ് ഒരേപോലെ ആയിരുന്നു, മുഖഛായ ഒരേപോലെ ആയിരുന്നു. കുറെ പേര് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇത്രയും ഭാഗങ്ങൾ ഒരേപോലെ ഉണ്ടല്ലേ. ഓക്കെ. അപ്പൊ സിനിമയില് റീടേക്സ് പോകാറുണ്ടോ? ലൈക് സീൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേനും റീടേക്സ് പോകാറുണ്ടോ? ഉണ്ടായിരുന്നു അല്ലേ? അപ്പം ആ സമയത്ത് വഴക്ക് പറയുമോ? അങ്ങനെയൊന്നുമില്ല, എല്ലാരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അല്ലേ? നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തരും. പറഞ്ഞുതരും. അങ്ങനെ. അതായത് ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ആണ്, അത് കാരണം എപ്പോഴും ഞെളിഞ്ഞു നിൽക്കും. വിഷ്ണു ചേട്ടൻ പറയും അങ്ങനെ നിൽക്കരുത്, ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും, കുറച്ചും നാച്ചുറൽ ആയിട്ട് നിൽക്കാൻ പറയും. പക്ഷെ എനിക്ക് ആ സമയത്ത് നാച്ചുറൽ ആയിട്ട് നിൽക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ. അപ്പം ആ ഒരു മാറ്റം ഈ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടിലേക്ക് വരാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി അല്ലേ? അതുകൊണ്ട് അതിന് ഭാവിയിലും ഉപകാരപ്പെടും. ഓക്കെ. അപ്പം ഈ സുമതി വളവിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ മോള് കാണുമായിരിക്കും അല്ലേ? അറിയില്ല, ഞാൻ ഓൾറെഡി മരിച്ചുപോയില്ലേ. മരിച്ചു പോയി, പിന്നെ പ്രേതമായിട്ട് വന്നു. ചിലപ്പോൾ ട്വിസ്റ്റ് വരാൻ ചാൻസ് ഇല്ലേ? അറിയൂല. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു റോള് കിട്ടട്ടെ. സുമതി വളവ് സെക്കൻഡ് പാർട്ടിൽ മോളെ കാണാൻ പറ്റട്ടെ. അതുപോലെ തന്നെ മോള് പറഞ്ഞ പോലെ തന്നെ ഡോക്ടറായിട്ടും ആക്ട്രസ് ആയിട്ടും അതുപോലെ തന്നെ ഡാൻസറായിട്ടും ഒക്കെ ഇനി ഭാവിയിൽ ഒത്തിരി വിളങ്ങട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.